അങ്ങോട്ട് മാറ്. ഇതാ അവിടെ ഇഷ്ടം പോലെ ചുട്ടു വെച്ചിട്ടുണ്ട്. കുഞ്ഞത് കഴിക്ക്, ഞാൻ ചുട്ടുതരാം. എനിക്ക് തണുത്തത് വേണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നാ പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്നേ? തനിയെല്ലാം ചെയ്താ പോരെ? ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നില്ല. ഇതെന്താ ചമ്മന്തിക്ക് ഉപ്പില്ലല്ലോ? ഇതെന്താ ഇന്ന് ദോശ ചുട്ടില്ലേ? ചുട്ടല്ലോ. ഒരു 10-12 ചുട്ട് അടുക്കിയതാണല്ലോ. കുഞ്ഞു തിന്നു കാണും. 10-12 എങ്ങനെയാ കുഞ്ഞു തിന്നുന്നത്? തന്നെയല്ല, അവൾ അപ്പ ചുട്ടതാ കഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാല് ഞാൻ തിന്നിട്ടില്ല. നീ ഇതിന്ന് എടുത്തായിരുന്നോ? ആ, അതിന്ന് എടുത്തു. ഇന്ന് നല്ല വിശപ്പ്. ദേ കണ്ടോ ഇപ്പോഴോ? എത്ര വിശപ്പാന്ന് പറഞ്ഞാലും ഇത്രയും തിന്നാന്ന് വെച്ചാല്. അങ്ങനെയൊന്നും പറയരുത് സരസ്വതി. വളരുന്ന പ്രായ പെൺകുട്ടികളാ, അവർക്ക് നല്ല വിശപ്പുണ്ടാവും. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത്, അല്ലാതെ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ കുറ്റപ്പെടുത്തല്ല ചെയ്യേണ്ടത്. കണ്ടില്ലേ എന്റെ കുഞ്ഞ് ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോയത്? നീയൊക്കെ പഠിപ്പിക്കാൻ പോയ ഏത് കുട്ടിയാ സരസ്വതി നേരെയാവുക? വയറ് നിറഞ്ഞില്ല, രണ്ടെണ്ണം കൂടെ വേണ്ട, മതി. തീറ്റപ്പണ്ടം.
ഇപ്പൊ വീണേനെ. വീഴില്ല. വീഴോന്ന് വിചാരിച്ചാ കൂടി വീഴില്ല. ആഹാ, എങ്കി കാണണമല്ലോ. ആ? ശരിക്കും പഠിക്കായിരുന്നു? എവിടെ, കണ്ണു മാത്രം ബുക്കില്. ഇക്കണക്കിന് തോക്കുന്നാ തോന്നുന്നേ. എന്നാലിനി പരീക്ഷ കഴിഞ്ഞിട്ട് കണ്ടാ മതി എന്ന് വെച്ചാലോ? അത് വേണ്ട, അങ്ങനെ ഇപ്പൊ വെക്കണ്ട. എങ്കിൽ ശരി. എന്താ, വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ മുങ്ങാനൊരു ധൃതി? ഇല്ല, ഒരു ധൃതിയില്ല. ഇനിയിപ്പോ വേറെ ആരും കാണണമെന്നില്ല. നൂറ്റാണ്ട് കൂടുമ്പോഴൊരിക്കലാണ് ഒരു കന്യകയെ തിരഞ്ഞെടുക്കുക. നീയാണ് എൻ്റെ അവസാനത്തെ കന്യക. ഇനി ആരെയും കാണണ്ട. അപ്പൊ ഇതുവരെ കണ്ടവരെയോ? അവരെല്ലാം മറന്നോ? മറന്നു കഴിഞ്ഞു. വേണമെന്ന് വെച്ചിട്ടല്ല, അതങ്ങനെയാണ്. ബന്ധം അവസാനിച്ച് പിരിയുമ്പോൾ പരസ്പരം മറന്നുപോകും. അതാണ് ഞങ്ങളുടെ വിധി. ശാപത്തിൻ്റെ ഒരു ചില്ല. കൈവിട്ട പെൺകുട്ടിയുടെ മുഖം ഓർക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കന്യകയുടെ മനസ്സിലും ഒരു മഞ്ഞുതുള്ളി പോലെ ഞങ്ങൾ മാഞ്ഞു പോകും. എല്ലാം ഒരു തോന്നൽ പോലെ തോന്നിപ്പിച്ചുകൊണ്ട്. അപ്പോ നമ്മളും? ഇല്ല, നമ്മൾ പിരിയില്ല. ഞാൻ പോവില്ല. മതി വന്ന സഞ്ചാരിയുടെ മനസ്സാണ് ഇന്ന് എൻ്റെത്. മടുത്തിരിക്കുന്നു. എനിക്കിനി ഇവിടെ മതി. ഇവിടെ ഒടുങ്ങിയാൽ മതി. നിന്റെ ഒപ്പം ഒരു സാധാരണ മനുഷ്യനായി, രാത്രിയുടെയും നിയമത്തിൻ്റെയും വിലക്കുകളില്ലാതെ, സത്യം, കുറ്റവാളിയുടെ പതുങ്ങലും ഒളിച്ചുകളെയും അവസാനിപ്പിച്ച് മനുഷ്യനെപ്പോലെ ജീവിച്ച് മരിക്കാൻ കൊതി തോന്നുകയാണ്. ഈ ഭൂമിയിൽ ഒരിടത്ത്, നിന്റെ കുഴിമാടത്തിനടുത്ത് ഇത്തിരി മണ്ണ് കണ്ടെത്തി വിശ്രമിക്കാൻ മനസ്സ് മോഹിക്കുകയാണ്. അത് മാത്രമേ ഇനി വേണ്ടൂ. സത്യം. തിരുമംഗല്യത്താലിതരൂ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലിതരൂ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. കാണാതെ വിണ്ണിതളായി മറയും മന്മഥനിൻ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലിതരൂ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ.
ഭാവമായി വിരഹിണി വിധുവായി ഞാനൊഴുകുമ്പോൾ രാവിലുണർന്നതിലോലതയൻ ഗാന്ധർവവേളയാ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ കാണാതെ വിണ്ണിതളായി മറയും മന്മഥനിൻ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ. നീലക്കാർമുകിലോരം വിളയാടുമ്പോൾ മല്ലിപ്പൂമ്പുഴയോരം കളിയാടുമ്പോൾ നീലക്കാർമുകിലോരം വിളയാടുമ്പോൾ മല്ലിപ്പൂമ്പുഴയോരം കളിയാടുമ്പോൾ മാനസം മൃദുല വസന്ത മയൂര നടകളിൽ തെല്ലിളം തുടിയായി മുത്തിളകുന്ന മനോലതയിൽ ഗന്ധർവരാഗമാ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ കാണാതെ വിണ്ണിതളായി മറ
ഇവിടെന്താ നടു റോഡില്? ഞാന് മെഹറിന്റെ വീട്ടിൽ പോയിട്ട് വരിക. ഇനിയിപ്പോ എങ്ങോട്ടാ? ഇനിയിപ്പോ വീട്ടിലേക്ക്. ഇവിടെ എത്തിയപ്പോ കണ്ടു. അങ്ങനെ ജസ്റ്റ്. അച്ഛാ, ഇത് മിസ്റ്റർ ദേവൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ. എന്ത് ചെയ്യുന്നു? CA പഠിക്കുന്നു. ഇനിയിപ്പോ ഒരു പേപ്പറും കൂടി കിട്ടാനുള്ളൂ. വീട്ടിലേക്കാണെ കയറിക്കോ, ഞാൻ അവിടെ കൊണ്ടുവിടാം. കേറ്. അല്ല, എനിക്ക് ഫാദർ ലവ് ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. അതാ മുങ്ങിക്കളഞ്ഞത്. എപ്പോഴായാലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ? അല്ലേ? CA പഠിക്കുന്നവൻ എങ്ങനെയാ നിന്റെ ഫ്രണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പരിചയമുണ്ട്. അതെങ്ങനെയാന്നാ ചോദിച്ചത്? കഴിഞ്ഞ കൊല്ലം ഞാൻ കെമിസ്ട്രി ട്യൂഷന് പോകുമ്പോൾ ഇയാളും അന്നവിടെ ട്യൂഷന് വരുമായിരുന്നു. ഫൈനൽ MSc സ്റ്റുഡൻസിന്റെ കൂടെ. MSc കഴിഞ്ഞിട്ടാണോ CA പഠിക്കുന്നത്? ആ, എവിടുത്തേരനാ? കോത്താഴത്തുകാരൻ. എന്താ ജാതകം മേടിപ്പിക്കണമായിരിക്കും. എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. പെൺപിള്ളേരായാലും ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി കഴിയണം. അതിന് ഞാൻ ഒരു പയ്യനും പെണ്ണും കൂടെ കുഴഞ്ഞു ചിരിച്ച് നിൽക്കുന്നത് കണ്ടാല് അത് എന്തിന്റെ അസുഖമാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ലോകവരിയ എനിക്കുണ്ട് കേട്ടോ. പോ അപ്പുറത്ത്. അന്ന് ആ ദീപ് വന്നൊരു കാര്യം പറഞ്ഞപ്പോ എല്ലാവരും കൂടി അവനെ കടിച്ചു ഞാൻ പോയി. ഇനി അവളെ നേരെ ചാടി കടിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമല്ല എൻ്റെ ഗോപാലകൃഷ്ണൻ നായരെ. ഇനിയിപ്പോ പുതുതായിട്ടൊരാളെ തിരക്കാനും ജാതകൊത്ത് നോക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ. ആ ദീപുവിനെ വിളിച്ച് ഒരു നേരം നോക്കിക്കാൻ പറയാ. അറിയിക്കേണ്ട 4 ആളെ അറിയിക്കുക. വേണ്ടതൊക്കെ വേണ്ട നേരത്ത് ഞാൻ ചെയ്തോളാം. അതിന് ഇനിയിപ്പോ ആരുടെയും സ്റ്റഡി ക്ലാസ് വേണ്ട. ക്ലാസ് നടത്തേണ്ടത് തന്റെ അച്ചി ദേ ഇവള്. എനിക്കതിനിപ്പോ അമ്മ അന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇനി രണ്ടാളും കൂടെ അതും ഇതും പറഞ്ഞ് എന്തൊരു കഷ്ടം നോക്കിയേ. എടി സരസ്വതി, മര്യാദയ്ക്ക് ആ പെണ്ണിനെ പിടിച്ച് ദീപുവിന്റെ കയ്യിൽ കൊടുത്തു. പഠിപ്പിച്ചിട്ട് നീ അവളെ വലിയ വയസ്സുറോയൊന്നാക്കാൻ പോണില്ലല്ലോ. അതുകൊണ്ട് എത്രയും വേഗം കാര്യങ്ങൾ ബുദ്ധിയായിട്ട് ചെയ്തു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അന്യജാതിക്കാരി പിള്ളേര് ഈ തറവാട്ടിൽ വന്നു കിടന്ന് അന്തി ഉറങ്ങുന്നത് കാണേണ്ടി വരും. ഇവൾ ഇവിടുന്ന് കൂട്ടുകാരികളുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞ് ഇറങ്ങിയാൽ ഇപ്പോൾ ഇത് തന്നെയാ പണി. പലരും രണ്ടിനെയും കൂടെ പലയിടത്തും വെച്ച് കാണുന്നുണ്ട്. ന്യൂസൊക്കെ അപ്പോഴപ്പോൾ എൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാം ഇവിടെ ഒന്നും പറയാത്തതാ. പറഞ്ഞിട്ടെന്താ, ഒരു കാര്യമില്ല. എടാ എന്നും പറഞ്ഞ് നീ മിഴിമിഴാന്ന് നോക്കിക്കൊണ്ട് നിന്നാലേ ഒടുവിൽ പെണ്ണവന്റെ കയ്യിലിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ എന്ത് ചെയ്യണമെന്നാ? അവന് നല്ല ഇടി കൊടുത്ത് വരട്ടി വിടണം. അതൊരു വലിയ പ്രയാസമുള്ള കാര്യമല്ല. അത് ഈസിയാ. ഈശാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. എത്രയായാലും അവൻ വർത്തനല്ലേ, നീ നാട്ടുകാരനല്ലേ. അതെ, ആ അതാ പറഞ്ഞത്. മേല് നോവുമ്പോ അവൻ അവന്റെ നാട് പിടിക്കും. കൊടുക്കുമ്പോ നല്ല ശരിക്കും കൊടുത്തു വിടണം. മേല് നോവണം. വരട്ടെ, പലയിടത്തും ഞാനിട്ട് വളയുന്നുണ്ട്. ഒരു ദിവസം ഒതുങ്ങി കിട്ടും.